ഒരു വലിയ ഘോഷയാത്ര വരുന്നു. ആളുകൾ ആർപ്പ് വിളിക്കുന്നു, ആരവാരം, വളരെ മധുരമായ ശബ്ദത്തിലുള്ള സ്തുതിഗീതങ്ങൾ. എന്തിന് അത്ഭുതം! ഏതാണ് ഈ യാത്ര? ഈ ആരവാരം എന്താണ്? നോക്കുമ്പോൾ കഴുതപ്പുറത്ത് യേശുക്രിസ്തു കയറിയിരിക്കുന്നു. ഈ കഴുത കെട്ടപ്പെട്ടിരുന്നൊരു കഴുതയാണ്. ആരുമില്ലാത്തതുകൊണ്ട്, ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ട് കഴുതക്കുട്ടിയെ വീണ്ടെടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ആ കഴുതക്കുട്ടിയെ കെട്ടിയിരുന്നത് അതിനെ കൊല്ലാനാണ്, കഴുത്തൊടിച്ച് കൊല്ലാനാണ്. തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? കഴുത്തൊടിച്ച് കൊല്ലേണ്ടിയിരുന്ന കഴുതയെ യേശു തൻ്റെ വാഹനമൃഗമാക്കി. കഴുത ബുദ്ധിയില്ലാത്ത മൃഗം, കഴുത വൃത്തിഹീനമായ മുഖം, കഴുത അല്പം പോലും കേൾവിക്ക് ഇമ്പമില്ലാത്ത ശബ്ദം, കഴുത ഭാരം ചുമക്കാൻ മാത്രം അറിയാവുന്നൊരു ജീവി. കഴുതയുടെ മേൽ നിത്യരാജാധിരാജൻ വാഹനമേറി. ദൈവത്തിന് സ്തോത്രം. നീങ്ങുകയാണ്. ശിഷ്യന്മാരുണ്ട്, അപ്പോഴുണ്ട് കുട്ടികൾ കുരുത്തോലകൾ വീശിക്കൊണ്ട് ആർപ്പോടെ ആനന്ദഗാനങ്ങൾ പൊഴിയുന്നു. ആളുകൾ ആർപ്പിടുന്നു. ചിലർ വഴിയിൽ വസ്ത്രം വിരിക്കുന്നു. ഇസ്ലാമിലേക്കുള്ള വഴിയാണ്. വസ്ത്രം വിരിക്കുന്നു. ചിലർ പൂക്കൾ വാരി വാരി എറിയുന്നു. അതിമനോഹരമായൊരു കാഴ്ച. രാജാധിരാജൻ എഴുന്നള്ളുകയാണ്. കർത്താവായ യേശു നസ്രയത്തിലെ കൊച്ചു ഗ്രാമത്തിൽ വസിച്ച നസ്രായ എന്നറിയപ്പെട്ട, ആശാരിപ്പണി ചെയ്ത് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു പാവപ്പെട്ട കന്യമാതാവിൻ്റെ ഉദയത്തിൽ ഉരുവായ സാധുവായ ഒരു ശിശു. അഖിലാണ്ടത്തിനുടയവനാണ് ഇവനെന്ന് ആരും അറിഞ്ഞില്ല. അണ്ടകടാകത്തെ മെനഞ്ഞവനാണ് ഇവനെന്ന് ആരും അറിഞ്ഞില്ല. സർവ്വപ്രപഞ്ചത്തിനെയും സൃഷ്ടാവാണെന്ന് ആരും അറിഞ്ഞില്ല. എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത സാധുക്കളായ ആളുകൾ അവനെ അറിഞ്ഞു. അവൻ രാജാവാണെന്ന് അറിഞ്ഞു. അവർ അവനെ എതിരേൽക്കുകയാണ്, എഴുന്നേൽക്കുകയാണ്. ആഘോഷപൂർവമായ അവരെതിരേൽപ്പ്. ദൈവത്തിന് സ്തോത്രം. അവർ ആനന്ദത്തോടെ അവരെതിരേൽക്കുന്നു, ആഘോഷത്തോടെ എതിരേൽക്കുന്നു. എല്ലാ ആഘോഷങ്ങളും തീർപ്പുകളും ഹോശാന ഗീതങ്ങളും ദാവീദ് ഹോസന്ന എന്ന് പാടിക്കൊണ്ടുള്ളതായ മധുരമനോഹരമായ പാട്ടുകൾ. ആ മനോജ്ഞമായ പാട്ടുകളിൽ ലയിച്ച് ജനം ആർപ്പിടുന്നു, സന്തോഷിക്കുന്നു. ആ കഴുത യേശുവിനെ വഹിച്ചുകൊണ്ട് നീങ്ങുകയാണ്. എന്തൊരു ഭാഗ്യമാണ് കഴുത കിട്ടിയത്! കൊല്ലപ്പെടേണ്ടിയിരുന്ന കഴുത ഇതാ രാജാധിരാജനെ വഹിക്കുന്നു. കഴുത എളിമയോടെ തല താഴ്ത്തി വിനയത്തോടെ സഞ്ചരിക്കുകയാണ്. യേശു വാഹനമേറുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശുവിൻ്റെ ഒരു വാഹനമൃഗം പോലെ യേശുവിനെ ഉള്ളത്തിൽ പേറുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശു ഹൃദയത്തിൽ വസിക്കുന്ന മഹാഭാഗ്യം ലഭിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഓർക്കണം, ഈ കുഞ്ഞുങ്ങൾ ആർപ്പ് വിളിക്കുന്നത് കഴുതയ്ക്ക് വേണ്ടിയല്ല. ഈ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഘോഷാരവത്തോടെ എതിരേൽക്കുന്നത് ഈ കഴുതയല്ല, കഴുത്ത് പുറത്തിരിക്കുന്നവനെയാണ്. കഴുത്ത് പുറത്തുനിന്ന് യേശു താഴെ ഇറങ്ങിയാൽ കഴുതയ്ക്കൊരു വിലയുമില്ല.